Hi everyone. നമ്മുടെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലെ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്ന ആ ഒരു പോർഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വേസ്റ്റ് വാട്ടർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഇൻ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ സീവർ അപ്പർട്ടനൻസസ് ഇങ്ങനെ കുറച്ച് പോർഷൻസ് നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് വേസ്റ്റ് വാട്ടർ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും നോക്കാം. ഓക്കെ, so the first question is ratio of 5-day BOD to ultimate BOD is about. അപ്പോൾ ആ ഒരു റേഷ്യോ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? BOD 5. ഓക്കെ, BOD 5 എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വെച്ചാൽ L0 എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് BOD ഇൻറ്റു 1 മൈനസ് 10 റൈസ് ടു ഈ അല്ല. ഓക്കെ, 1 മൈനസ് BOD 5 ഈസ് ഈക്വൽ ടു L0 ഇൻറ്റു 1 മൈനസ് 10 റൈസ് ടു മൈനസ് KDT. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഓക്കെ, നമുക്കിത് കാണാപ്പാഠം പഠിച്ചു വെക്കാം, പക്ഷെ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊന്ന് അറിയണ്ടേ, അതിനു വേണ്ടി. അപ്പോൾ ഈ L0 എന്താണ്? L0 എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് BODനെയാണ് L0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ എന്താണ് ഈ KD എന്ന് പറഞ്ഞാൽ KD ദാറ്റ് ഈസ് ഡീഓക്സിജനേഷൻ കോൺസ്റ്റന്റ് ആണ്. ഡീഓക്സിജനേഷൻ കോൺസ്റ്റന്റിനെയാണ് KD എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് 0.1 പെർ ഡേ ആണ്. ടു ദ ബേസ് E ആണെങ്കിൽ ഡിഫറെൻ്റ് ആണ് കേട്ടോ. സോ നമ്മൾ എന്താണ് പറഞ്ഞത്? BOD 5 കണ്ടുപിടിക്കാൻ L0 ഇൻറ്റു 1 മൈനസ് E റൈസ് ടു മൈനസ് KDT. ഓക്കെ, L0 എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് BOD. സോ L0 ഇൻറ്റു 1 മൈനസ് E റൈസ് ടു മൈനസ് 0.1 ഇൻറ്റു 5 T5. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും എന്ന് വെച്ചാൽ L0 ഇൻറ്റു 0.68 എന്ന് വരും. ദാറ്റ് ഇസ് BOD 5 എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് BOD ഇൻറ്റു 0.68 ദാറ്റ് ഈസ് 68% ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ പറയാൻ പറ്റും? ഈ 68% എന്ന് പറഞ്ഞാൽ that is 2/3. 2/3. Option is option B. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ BOD കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നമുക്ക് ഒരു നോൺ വോളിയം ഓഫ് സീവേജിനെ എയറേറ്റഡ്, അതും ആ നോൺ വോളിയം ഓഫ് എയറേറ്റഡ് വാട്ടറുമായിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഡൈല്യൂട്ടഡ് സാമ്പിളിൻ്റെ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടുപിടിക്കും. ഈ ഒരു ഡൈലൂട്ടഡ് സാമ്പിൾ ഇത് പിന്നെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും 5 ഡേ at 20 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെയാണ് നമുക്ക് BOD കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. സോ നിങ്ങൾ ആ പെർസെൻറ്റേജ് മറന്നു പോകരുത്. BOD 5ഉം അൾട്ടിമേറ്റ് BODയും തമ്മിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 68% ആണ്. ഓക്കെ, ദാറ്റ് ഇസ് 2/3. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹാംഫുൾ ബാക്ടീരിയ വിച്ച് മേ ബി പ്രസന്റ് ഇൻ സീവേജ് മേ ബി E. coli ആണോ, B. coli, വിബ്രിയോ കോളറയാൻ, എൻഡമീബ ഹിസ്റ്റോളിക്ക, ഏതാണ് സീവേജിൽ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു ഹാംഫുൾ ബാക്ടീരിയ? സോ ദ ആൻസർ ഈസ് വിബ്രിയോ കോളറെ. ഓക്കെ, അതായത് ഈ വിബ്രിയോ കോളറ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് എ ഗ്രാം നെഗറ്റീവ്. ഓക്കെ, ഗ്രാം നെഗറ്റീവ് കോമ ഷേപ്ഡ് ബാക്ടീരിയമാണ്. അതിൻ്റെ ഒരു ഷേപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കോമ ഷേപ്ഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയമാണ്. പിന്നെ മെയിൻലി ഇത് കോളറ എന്ന് പറയുന്ന ഡിസീസാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, കോളറ. അതുപോലെ തന്നെ ഈ ഡയേറിയ, വൊമിറ്റിംഗ് നമ്മുടെ ഈ ഹോസ്റ്റ് ബോഡിയിൽ ചെന്ന് കുറച്ച് മണിക്കൂർ അല്ലെങ്കിൽ 2 to 3 ഡേയ്സ് ഓഫ് ഇൻഡൈജഷനുള്ളിൽ ആ ഒരു പേഷ്യൻറ്റിന് ഡയേറിയയും വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാകും ഈ ഒരു വിബ്രിയോ കോളറ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ വിബ്രിയോ കോളറ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്? ഇത് അല്ലെങ്കിൽ ചോദിച്ചതുപോലെ സീവേജിനകത്ത്, ഉള്ളിലല്ല, സീവേജിനകത്ത് ഇതെങ്ങനെയാണ് ഈ ഹാംഫുൾ ബാക്ടീരിയ ആയ വിബ്രിയോ കോളറ എത്തുന്നത്? ഓക്കെ, ഇപ്പം നമ്മൾ കഴിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൽ പ്രസന്റ് ചെയ്യും. മേ ബി
നമ്മുടെ കിണറിലെ വെള്ളമായിട്ടൊക്കെ ഈ ഒരു ഹാംഫുൾ ബാക്ടീരിയയുടെ മിക്സപ്പ് വരാം അല്ലേ. നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ഒക്കെ വെല്ലിന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലൊക്കെ ഈ ഒരു പ്രശ്നം വരാം. അപ്പൊ ഈ ഫീക്കൽ മാറ്റർ നമ്മുടെ സീവേജിൽ എൻ്റർ ചെയ്യുന്നത് മൂലമാണ് ഈ വിബ്രിയോ കോളറെ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് വിബ്രിയോ കോളറെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ എൻഡമീബ ഹിസ്റ്റോളിക്ക, ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ ഇതൊരു പാരസൈറ്റിക് അമീബിസോ ആണ്, പാരസൈറ്റ് ആണ്. പിന്നെ ഇതും ഈ പറഞ്ഞ രീതിയിൽ ഹ്യൂമൻസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഉള്ളത് ഈക്കോളി. ഈക്കോളി നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ആലോചിക്കുക, ഹ്യൂമൻ്റെ അല്ലെങ്കിൽ അനിമലിൻ്റെയോ ഇൻഡസ്റ്റൈനിൽ കാണുന്ന ഒരു തരത്തിലുള്ള ഓർഗാനിസമാണ് അല്ലെങ്കിൽ ഒരു പാരസൈറ്റിനെയാണ് ഈക്കോളി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്, പ്രസൻസ് ഓഫ് ഈക്കോളി എന്തിനെ കാണിക്കുന്നു? ഓക്കെ, ഡിറ്റക്ഷൻ ഓഫ് ഈക്കോളി ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഇസ് ദ എവിഡൻറ്റ് ഓഫ് റീസെന്റ് പൊല്യൂഷൻ. ആ ഒരു വെള്ളത്തിൽ പൊല്യൂട്ടഡ് ആണ് എന്ന് കാണിക്കാനാണ് ഈക്കോളി. ആക്ച്വലി ഈക്കോളി എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ഒരു ഓർഗാനിസമാണ്. ഈക്കോളി സ്വതമേ നമ്മളെ ഒന്നും ചെയ്യില്ല. ഓക്കെ, ഈക്കോളിക്ക് സ്വന്തമായിട്ട് നമ്മളെ ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഈക്കോളിയുടെ പ്രസൻസ് ആ ഒരു വെള്ളത്തിലുണ്ട് എങ്കിൽ അതിനർത്ഥം അതിനകത്ത് ഹാംഫുൾ ബാക്ടീരിയ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആ ഒരു പൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പ്രസൻസ് ഓഫ്, അത് ഇൻഡിക്കേറ്റർ ഓർഗാനിസം എന്നൊക്കെ വിളിക്കും ഈക്കോളിനെ കേട്ടോ, ഇൻഡിക്കേറ്റർ ഓർഗാനിസം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇംഹോഫ് കോൺ ഈസ് യൂസ് ടു ഡിറ്റർമൈൻ. ഇംഹോഫ് കോൺ എന്തിനാണ് ഡിറ്റർമൈൻ ചെയ്യാനാണ്? ഡിസോൾവ്ഡ് സോളിഡ്സ് ആണോ, സസ്പെൻഡഡ് സോളിഡ്സ്, ടോട്ടൽ സോളിഡ്സ് ആൻഡ് സെറ്റിലബിൾ സോളിഡ്സ്? അപ്പോൾ നമ്മുടെ ഇംഹോഫ് കോൺ ഡിറ്റർമൈൻ ചെയ്യാൻ സെറ്റിലബിൾ സോളിഡ്സിനെയാണ് ഇംഹോഫ് കോൺ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇംഹോഫ് കോൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയോ, ഇത് ഇങ്ങനെയുള്ളൊരു കോണാണ്. ദ സിലിണ്ട്രിക്കൽ ഗ്ലാസ് വെസലാണിത്, സിലിണ്ട്രിക്കൽ ഗ്ലാസ് വെസലാണ് ഈ ഒരു ഇംഹോഫ് കോൺ. അപ്പൊ ഇതിപ്പോ ഒരു 1 ലിറ്റർ ആണ്. ഇതിനകത്ത് ഇങ്ങനെ ഇതുപോലെ ഗ്രാജുവേഷൻസ് കാണും, കണ്ടോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ സെറ്റിലബിൾ സോളിഡ്സ്, ഒരു വാട്ടറിലെ സെറ്റിലബിൾ സോളിഡ്സ് അല്ലെങ്കിൽ സീവേജിലെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിൽ ഈ ഇംഹോഫ് കോണിനകത്ത് അത് നിറയ്ക്കുക, എന്നിട്ടൊരു 2 മണിക്കൂർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക. എത്രമാത്രം പാർട്ടിക്കിൾസ് ഇംഹോഫ് കോണിന്റെ ബോട്ടത്തിൽ സെറ്റിൽ ചെയ്തു എന്നതാണ് നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സെറ്റിലബിൾ സോളിഡ്സ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ pH വാല്യൂ ഓഫ് ഫ്രഷ് സീവേജ് യൂഷ്വലി. ഒരു ഫ്രഷ് സീവേജിന്റെ pH വാല്യൂ ലെസ് ദാൻ 7 ആണോ, മോർ ദാൻ 7, ഈക്വൽ ടു 7 ആൻഡ് 0? എങ്ങനെയാണ് ഒരു ഫ്രഷ് സീവേജിന്റെ pH വാല്യൂ പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മോർ ദാൻ 7. ഈ മോർ ദാൻ 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കലൈൻ ആണ് അല്ലേ, അസിഡിക് അല്ല, ആൽക്കലൈൻ ആണ്. അപ്പോൾ ഒരു ഫ്രഷ് സീവേജ് എപ്പോഴും ആൽക്കലൈൻ ആയിരിക്കും. ഫ്രഷ് ആയിട്ട് ഫോം ചെയ്യുന്ന സീവേജ് എപ്പോഴും ആൽക്കലൈൻ ആയിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ pH മോർ ദാൻ 7 എന്ന് പറയുന്നത്. എന്നാൽ ടൈം കഴിയും തോറും ബാക്ടീരിയയുടെ ഒരു ആക്ഷൻ കാരണം നമ്മുടെ ഈ ഒരു സീവേജ് അസിഡിക് ആയിട്ട് മാറും. ഓക്കെ, ബാക്ടീരിയൽ ആക്ഷൻ കാരണം ഇത് എന്ത് സംഭവിക്കും? അസിഡിക് ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു അനൈറോബിക് കണ്ടീഷനിൽ അപ്പോഴാണ് ഇത് സെപ്റ്റിക് ആയിട്ട് മാറുന്നത്. അതുവരെ the pH of fresh sewage is usually more than 7. Next question. The minimum dissolved oxygen which should always be present in water in order to save the aquatic life. Aquatic lifeന് വേണ്ട മിനിമം ഡിസോൾവ്ഡ് ഓക്സിജൻ എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ദാറ്റ് ഇസ് 4 ppm അല്ലേ. ഈ ഒരു 4 ppm മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അവർ ഓക്സിജൻ ഇല്ലാതെ ചത്തുപോകും അല്ലേ. മിനിമം ഡിസോൾവ്ഡ് ഓക്സിജൻ 4 ppm എങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്നാൽ ഈ ഒരു ഡിസോൾവ്ഡ് ഓക്സിജന്റെ വാല്യൂ കൂടുന്നത്, ഓക്കെ, ഡിസോൾവ്ഡ് ഓക്സിജന്റെ വാല്യൂ കൂടുന്നത് നല്ലതാണോ? ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. എന്തുകൊണ്ടാണ്? ഈ ഡിസോൾവ്ഡ് ഓക്സിജന്റെ വാല്യൂ കൂടിയാൽ പൈപ്പിൽ കൊറോഷൻ സംഭവിക്കും. ഓക്കെ, ഇനി നിങ്ങൾ മെയിൻ ആയിട്ടൊരു കാര്യം ആലോചിക്കുക. ഡിസോൾവ്ഡ് ഓക്സിജൻ 20 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? ദാറ്റ് ഇസ് 9.2 milligram per liter ആണ് അറ്റ് 1 atmosphere. That is dissolved oxygen at 20 degree Celsius. Okay.
ശരി. The next question is the correct graphical representation of BOD and time t is given by. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓപ്ഷൻ എ, ബി, സി, ഡി ഇതിൽ ഏതായിരിക്കണം കറക്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് BOD? ഓപ്ഷൻ എ അല്ലേ? എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ എന്ന് പറയാൻ കാര്യം? നമുക്ക് ആ ഒരു ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, കണ്ടോ? BODയുടെ കേർവ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. അതായത് BODയുടെ കേർവ് ഞാൻ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ഓക്കെ, BODയുടെ കേർവ് വരുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഉണ്ട്. സോറി, ഫസ്റ്റ് സ്റ്റേജ് BOD എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് BOD. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോൺ ആസ് കാർബണേഷ്യസ് BOD എന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് BOD ഇതാണ്, ദാറ്റ് ഈസ് നൈട്രോജനിയസ് BOD. അപ്പം നോർമലി ഈ ഒരു y ആക്സിസിൽ BODയും എക്സ് ആക്സിസിൽ എന്താണ് കാണിക്കുന്നത്? ടൈം ടിയും ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് BOD എന്ന് പറഞ്ഞാൽ ഒരു കാർബണേഷ്യസ് BODനെയാണ് കാണിക്കുന്നത്. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, the standard 5-day BOD at 20 degrees Celsius when compared to ultimate BOD. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം. That is L0 is equal to BOD 5 is equal to L0 into 1 minus e raised to minus KT. ഈ K എന്ന് പറഞ്ഞ ഡീഓക്സിജനേഷൻ കോൺസ്റ്റന്റ് ബേസ് E ആണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇറ്റ്സ് വാല്യൂ ഈസ് 0.23 per day. ഓക്കെ, ദാറ്റ് ഈസ് BOD 5 is equal to L0 into 1 minus e raised to minus 0.23 into 5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.68 അല്ലെങ്കിൽ 68% എന്ന് കിട്ടും. ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2/3, അതാണ് ആൻസർ. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്ത് ഇൻ്റർഫിയർ ചെയ്യാം? 5-day BOD is equal to 5-day BOD is equal to 68% of ultimate BOD. ഇങ്ങനെ നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഡീഓക്സിജനേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ ടു ദ ബേസ് E ഈസ് 0.23 per day എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ ഡിഫർ ചെയ്തു. 20 ഡിഗ്രി സെൽഷ്യസ് അല്ല എന്നുള്ള കേസിൽ വരുമ്പോൾ നമുക്ക് ഡീഓക്സിജനേഷൻ കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വാല്യൂ ഓഫ് ഡീഓക്സിജനേഷൻ കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ദാറ്റ് ഈസ് KT. ഓക്കെ, KT ഈസ് ഈക്വൽ ടു K 20 degree Celsius into 1.047 the whole raised to T minus 20. ഇങ്ങനെയാണ് നമുക്ക് ഡീഓക്സിജനേഷൻ കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ ജനറലൈസ് ചെയ്യുന്നത്. ഏത് ടെമ്പറേച്ചറിൽ വേണോ കണ്ടുപിടിക്കാം. ഈ ഒരു T ഡിഫർ ചെയ്യുന്നതോടുകൂടി ടെമ്പറേച്ചർ നമുക്ക് മാറ്റിക്കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പൊല്യൂഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഡൊമസ്റ്റിക് സീവേജ് generated in a town and its industrial sewage can be compared with reference to. ആ ഒരു പൊല്യൂഷൻ പൊട്ടൻഷ്യലിനെ എങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ വിത്ത് റെഫറൻസ് ടു വാട്ട്? അവരുടെ BOD വാല്യൂ വെച്ചിട്ടാണോ, പോപ്പുലേഷൻ ഇക്വലന്റ് വെച്ചിട്ടാണോ, അല്ലെങ്കിൽ അവരുടെ തന്നെ their വാല്യൂ ഓർ ദ റിലേറ്റീവ് ഡെൻസിറ്റി? ദ ഓപ്ഷൻ ഈസ് പോപ്പുലേഷൻ ഇക്വലന്റ്. ഈ ഒരു പോപ്പുലേഷൻ ഇക്വലന്റ് ആണ് നമുക്ക് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്ത് കമ്പയർ ചെയ്യാനാണ്? പൊല്യൂഷൻ പൊട്ടൻഷ്യൽ കമ്പയർ ചെയ്യാൻ. എവിടെ? ഒരു ടൗണിൽ ജനറേറ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് സീവേജും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സീവേജ് അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു പൊല്യൂഷൻ പൊട്ടൻഷ്യലിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറയുന്ന ഒരു ടേം ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ പോപ്പുലേഷൻ ഇക്വലന്റ്? That is standard BOD 5 of industrial sewage. സ്റ്റാൻഡേർഡ് BOD 5 ഉണ്ടല്ലോ, ആ ഒരു ഇൻഡസ്ട്രിയൽ സീവേജിന്റെ സ്റ്റാൻഡേർഡ് BOD 5 ടു ദ ഡൊമസ്റ്റിക് സീവേജിന്റെ സ്റ്റാൻഡേർഡ് BOD 5 പെർ പേഴ്സൺ പെർ ഡേ. അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The appropriate percentage of water in sewage. ഇത് എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്രോപ്രിയേറ്റ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഇൻ സീവേജ്. 90%, 99%, 99.9 ആൻഡ് 99.99%. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദാറ്റ് ഇസ് ആൻസർ ഈസ് 99.9%. അതായത് നമ്മുടെ സീവേജിൽ വളരെ കുറച്ച് സോളിഡ്സ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് 0.1% സോളിഡ്സ് ആണ് സീവേജിനകത്തുള്ളത്. വാട്ടർ ആണ് ബാക്കിയുള്ള 99.9%ഉം വെള്ളമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 100 കിലോഗ്രാം സീവേജ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനകത്ത് പ്രസന്റ് ചെയ്യുന്ന ടോട്ടൽ സോളിഡ്സിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 0.45 കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, നമ്മളൊരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു 1000 കിലോഗ്രാം സീവേജ് നമ്മൾ എടുത്താൽ അതിൽ പ്രസന്റ് ചെയ്യുന്ന ടോട്ടൽ സോളിഡ്സ് 0.45 കിലോഗ്രാം ആയിരിക്കും. ഈ ഒരു 0.45 കിലോഗ്രാം ടോട്ടൽ സോളിഡ്സിന്ന് 0.225 കിലോഗ്രാം ഡിസോൾഡ് സൊല്യൂഷനിലായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ഡിസോൾഡ് ഫോമിലായിരിക്കും 0.225 കിലോഗ്രാം പ്രസന്റ് ചെയ്യുന്നത്. പക്ഷേ 0.112 കിലോഗ്രാം സസ്പെൻഷനിലും അടുത്ത 0.112 കിലോഗ്രാം സെറ്റിലബിൾ ഫോമിലും ആയിരിക്കും കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ജനറലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കണക്ക് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഇത്രയും ആലോചിക്കുക. സോളിഡ്സ് 0.1%ഉം വാട്ടർ 99.9% ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കുക. സീവേജിനകത്ത് 45% ഓഫ് ദ ടോട്ടൽ സോളിഡ്സ് ദാറ്റ് ഇസ് ഓർഗാനിക് ആയിരിക്കും. ഓർഗാനിക് മാറ്ററും റിമൈനിങ് 55% ഇൻഓർഗാനിക് മാറ്ററും ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളിപ്പം സീവേജിനകത്ത് നമ്മൾ ഏതൊക്കെ രീതിയിൽ സോളിഡ്സ് പ്രസന്റ് ചെയ്യാം നമ്മൾ പറഞ്ഞു. സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ട്, ഡിസോൾഡ് സോളിഡ്സ് ഉണ്ട്, കൊളോയിഡൽ ആൻഡ് സെറ്റിലബിൾ സോളിഡ്സ്. നമ്മൾ എങ്ങനെ സെറ്റിലബിൾ സോളിഡ്സ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഇംഹോഫ് കോൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ സെറ്റിലബിൾ സോളിഡ്സ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ദാറ്റ് ഈസ് 2 hours അത് അനക്കാതെ വെക്കുമ്പോൾ എത്രമാത്രം സോളിഡ്സ് ഈ ഇംഹോഫ് കോണിന്റെ അടിയിൽ അല്ലെങ്കിൽ ബോട്ടത്തിനകത്ത് പ്രസന്റ് ചെയ്യുന്നു, അതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് സെറ്റിലബിൾ സോളിഡ്സ്. പിന്നെ പറയുന്നത് ഈ സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ സീവേജിൽ ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് സസ്പെൻഡഡ് സോളിഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ഉള്ളത് ഡിസോൾഡ് സോളിഡ്, അത് ഡിസോൾഡ് ഫോമിലായിരിക്കും. കൊളോയിഡൽ എന്ന് പറഞ്ഞാൽ ഫൈൻലി ഡിവൈഡഡ് സോളിഡ്സ് ആണ്, എയ്തർ ഇൻ സൊല്യൂഷൻ ഓർ സസ്പെൻഷൻ. ഫൈൻലി ഡിവൈഡഡ് സോളിഡ്സ് ഐദർ ഇൻ സൊല്യൂഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ ഫോമിൽ കിടക്കുന്നതാണ് കൊളോയിഡൽ സോളിഡ്സ്. ഓക്കെ. So next question. Which of the following is the minimum limit of dissolved oxygen that must be in water for survival of aquatic life? നമ്മൾ നേരത്തെ പറഞ്ഞു 4 ppm ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഡിസോൾഡ് ഓക്സിജനെ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും? ദാറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ വിങ്ക്ലേഴ്സ് മെത്തേഡ്. എപ്പോഴും ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിസോൾഡ് ഓക്സിജൻ അക്വാട്ടിക് ലൈഫിൽ 4 ppm ആണ് മിനിമം. അത് മെത്തേഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിസോൾഡ് ഓക്സിജൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വിങ്ക്ലേഴ്സ് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞു. അതായത് ഈ വിങ്ക്ലേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ വിങ്ക്ലേഴ്സ് മെത്തേഡ് വഴി ഡിസോൾഡ് ഓക്സിജൻ കണ്ടുപിടിക്കുന്നത്? അതായത് നമുക്കിപ്പോൾ ഒറിജിനലി ആ ഒരു സാമ്പിളിൽ എത്രമാത്രം ഡിസോൾഡ് ഓക്സിജൻ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്നതിന് ആനുപാതികമായിട്ട് ഈ ഒരു വിങ്ക്ലേഴ്സ് മെത്തേഡിൽ അയഡിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് റിലീസ് ചെയ്യും. കണ്ടോ, ഈ ഒരു വിങ്ക്ലേഴ്സ് എന്താണ് പറഞ്ഞു വന്നത്? വിങ്ക്ലേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സാണ്. ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സാണ്. കെമിക്കലി ഈ ഒരു പ്രോസസ്സിൽ അയഡിൻ ലിബറേറ്റ് ചെയ്യും. എത്രമാത്രം അയഡിൻ ലിബറേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ എത്രമാത്രം ഡിസോൾഡ് ഓക്സിജൻ അതിനകത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ട് അതിന് ആനുപാതികമായിട്ടുള്ള അയഡിൻ ലിബറേറ്റ് ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ എത്രമാത്രം ഡിസോൾഡ് ഓക്സിജൻ പ്രസന്റ് ആണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സാച്ചുറേഷൻ ഡിസോൾഡ് ഓക്സിജൻ. എന്താണ് ഈ സാച്ചുറേഷൻ ഡിസോൾഡ് ഓക്സിജൻ? അതായത് നമുക്കൊരു ടെമ്പറേച്ചറിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്രയോ ആയിക്കോട്ടെ, അതിൽ എത്രമാത്രം ഡിസോൾഡ് ഓക്സിജൻ ആ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പറ്റും. ദ മാക്സിമം എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ, മാക്സിമം എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഡിസോൾഡ് ഓക്സിജൻ
that remain mixed in water at a particular temperature. ഇതാണ് നമ്മുടെ സാച്ചുറേഷൻ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് 9.1 milligram per liter at 20 degrees Celsius and 8.25 degrees Celsius ആകുമ്പോൾ കണ്ടോ ആ സാച്ചുറേഷൻ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞു. ടെമ്പറേച്ചർ നേരത്തെ 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്ന സമയത്ത് ദാറ്റ് ഇസ് ഐഡിയൽ കേസ്. ഇറ്റ് ഇസ് 9.1 milligram per liter. ടെമ്പറേച്ചർ 25 ആയപ്പോൾ കണ്ടോ ആ ഒരു സാച്ചുറേഷൻ ഡിസോൾവ്ഡ് ഓക്സിജൻ ബിക്കം 8.26 milligram per liter. Okay. Next question. A stream has flow of 20 cubic. Cubic എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ആൻഡ് BOD കോൺസെൻട്രേഷൻ. ആ സ്ട്രീമിൻ്റെ തന്നെ BOD കോൺസെൻട്രേഷൻ ആണ് പറയുന്നത് 10 milligram per liter. Receives industrial wastewater having flow of 1.5 cubic. Okay. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിൻ്റെ ആ ഒരു ഫ്ലോ എന്ന് പറഞ്ഞാൽ 1.5 cubic ആണ്. അതിൻ്റെ BOD കോൺസെൻട്രേഷൻ 250 milligram per liter ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ BOD കോൺസെൻട്രേഷൻ ഓഫ് സ്ട്രീം അറ്റ് ഡൗൺ സ്ട്രീം പോയിന്റ് ഓഫ് മീറ്റിംഗ് ഓഫ് സ്ട്രീം വിത്ത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സ്ട്രീം ഉണ്ട് അല്ലെങ്കിൽ ഒരു റിവർ ഉണ്ട്. അതിന് ഒരു പെർട്ടിക്കുലർ ഫ്ലോയും ഒരു BOD കോൺസെൻട്രേഷനും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ വന്നിട്ട് ഈ സ്ട്രീമുമായിട്ട് ഡൗൺ സ്ട്രീം പോയിന്റിൽ മിക്സ് ചെയ്യാൻ പോവാണ്. ആ ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിന്റെ ഫ്ലോയും തന്നിട്ടുണ്ട്, അതിന്റെ BOD കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. എങ്കിൽ ഡൗൺ സ്ട്രീം പോയിന്റിൽ ഈ ഒരു സ്ട്രീമും ഈ ഒരു ഇൻഡസ്ട്രിയൽ വാട്ടറും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ദ ടോട്ടൽ BOD എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ക്വസ്റ്റ്യൻ ഏകദേശം മനസ്സിലായി. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഞാൻ തന്നേക്കുന്ന കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്ന് എഴുതിത്തരാം. സ്ട്രീം ഫ്ലോ ആദ്യം തന്നേക്കുന്നത് ഞാൻ QR, അതായത് റിവർ സ്ട്രീം, അതിനെയൊക്കെ ഞാൻ R കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് തന്നിട്ടുണ്ട് 20 meter cube per second ആണ് തന്നിട്ടുണ്ട്. ഈ ഒരു സ്ട്രീമിന്റെ തന്നെ BOD നമുക്ക് തന്നിട്ടുണ്ട് 10 milligram per liter ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സീവേജ് ഫ്ലോയിൻ്റെ അതിൻ്റെ ഫ്ലോ തന്നേക്കുന്നത് 1.5 meter cube per second ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ BOD തന്നിട്ടുണ്ട് 250 milligram per liter. ഓക്കെ, നമുക്ക് ആ ഒരു ഡൗൺ സ്ട്രീം പോയിന്റിൽ ഇത് തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴുള്ള ടോട്ടൽ BOD കോൺസെൻട്രേഷൻ ആണ് ചോദിക്കുന്നത്. BOD കോൺസെൻട്രേഷൻ ഓഫ് മിക്സ് ഈസ് ഈക്വൽ ടു ആ ഒരു BOD ഈസ് ഞാൻ എഴുതുകയാണ് BOD ഓഫ് ദ സ്ട്രീം ഓർ റിവർ ഇൻറ്റു ദ ഫ്ലോ ഓഫ് ദ സ്ട്രീം പ്ലസ് BOD ഓഫ് ദ സീവേജ് ഇൻറ്റു ഫ്ലോ ഓഫ് ദ സീവേജ് ഡിവൈഡഡ് ബൈ QR പ്ലസ് QS, രണ്ടിൻ്റെയും ഫ്ലോ. അപ്പം ഞാനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 10 into 20 പ്ലസ് 250 into 1.5 divided by 20 plus 1.5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 26.74 milligram per liter എന്ന് കിട്ടും. കണ്ടോ, 26.74 milligram per liter. The option is option D. ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ BOD കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കളർ ഓഫ് സ്റ്റെയിൽ ആൻഡ് സെപ്റ്റിക് സീവേജ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ഫ്രഷ് അല്ലെങ്കിൽ ഒരു ഒട്ടും പഴക്കമില്ലാത്ത സീവേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ pH വിൽ ബി മോർ ദാൻ 7, ദാറ്റ് ഇസ് ആൽക്കലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം പാസ് ചെയ്യും തോറും ബാക്ടീരിയയുടെ ആക്ഷൻ കാരണമാണ് ആ ഒരു സീവേജ് സെപ്റ്റിക് ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ അസിഡിക് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നു കളർ ഓഫ് ദ സ്റ്റെയിൽ, കളറാണ് ചോദിച്ചേക്കുന്നത്. സ്റ്റെയിലും സെപ്റ്റിക് സീവേജിന്റെ കളർ, സ്റ്റെയിൽ ആൻഡ് സെപ്റ്റിക് സീവേജ് കളർ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഈസ് ബ്ലാക്ക് ഓർ ഡാർക്ക് ബ്രൗൺ. ഓഫ് അല്ല, ഓർ. ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ആണ്. അങ്ങനെയാണെങ്കിൽ കളർ ഓഫ് ഫ്രഷ് സീവേജ് എങ്ങനെയായിരിക്കും? ഫ്രഷ് സീവേജിന്റെ കളർ എന്ത് വരും? ദാറ്റ് ഇസ് ഗ്രേ കളർ ആയിരിക്കും. ആൽക്കലൈൻ ആകുമ്പോൾ അത്രയും ഒരു എഫക്റ്റ് ഇല്ലല്ലോ. അസിഡിക് ആയി മാറുന്തോറും സെപ്റ്റിക് കണ്ടീഷനായി വരുമ്പോഴും അത് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ആയിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the theoretical oxygen demand of a glucose solution
of concentration 500 milligram per liter. നമ്മളോട് ചോദിച്ചേക്കുന്നത് തിയറട്ടിക്കൽ TOD ആണ് ചോദിച്ചേക്കുന്നത്. Of glucose solution of concentration 500 milligram per liter. അപ്പം ആൻസർ A 250.33, 380.65, 533.33 and 650.21. അപ്പോൾ എന്താണ് ഈ തിയറട്ടിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? TOD എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? അതായത് നമുക്കിപ്പോൾ തിയറട്ടിക്കലി നമ്മൾ ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഓക്സിജൻ? ടു ഓക്സിഡൈസ് ദ ഓർഗാനിക് മാറ്റർ കംപ്ലീറ്റ്ലി. ഒരു ഓർഗാനിക് മാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ എത്രമാത്രം ഓക്സിജൻ വേണം എന്ന് തിയറട്ടിക്കലി നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ TOD എന്ന് പറയുന്നത്, തിയറട്ടിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഒരു ഓർഗാനിക് മാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ എത്രമാത്രം ഓക്സിജൻ വേണം, ഓക്കെ, ഓക്സിജൻ വേണം എന്നത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വഴി കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ TOD എന്ന് പറയുന്നത്, തിയറട്ടിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്നേക്കുന്നത് ഗ്ലൂക്കോസ് സൊല്യൂഷനും അതിൻ്റെ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട് അല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് തന്നേക്കുന്നത് ഓക്കെ, ഗ്ലൂക്കോസ് സൊല്യൂഷൻ ഗിവൺ. നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 500 milligram per liter ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷൻ ആ ഒരു കെമിക്കൽ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ആ ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് തന്നേക്കുന്നത്? നമുക്ക് തന്നേക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 500 milligram per liter ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓക്സിഡൈസ് ചെയ്യുമ്പോഴുള്ള കെമിക്കൽ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. C6H12O6 plus 6 oxygen gives കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ രണ്ടും 6 ഇട്ട് കൊടുത്തു. C6H12O6 ദാറ്റ് ഈസ് ഗ്ലൂക്കോസ്. ഓക്സിഡൈസ് ചെയ്യുമ്പോൾ 6CO2ഉം 6H2ഉം കിട്ടി. ഇനി നമുക്ക് മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഗ്ലൂക്കോസ് കണ്ടുപിടിച്ച് നോക്കാം. മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഗ്ലൂക്കോസ് ആണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് 6 കാർബൺ ഉണ്ട്, 6 × 12. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 12, ദാറ്റ് ഈസ് ഇൻറ്റു 1. എത്ര ഓക്സിജൻ ഉണ്ട്? 6 × 16. ഇത് ചെയ്യുമ്പോൾ എനിക്ക് 180 gram എന്ന് കിട്ടും മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഗ്ലൂക്കോസ്. ഇനി എനിക്ക് എന്താണ്? ഞാൻ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് 2 × 16, ദാറ്റ് ഈസ് 32 gram എന്ന് കിട്ടി. നമുക്ക് ഈ ഒരു കെമിക്കൽ ഫോർമുല വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും? 1 mole of glucose requires എത്ര മോൾ? 6 mole of oxygen to oxidize. ഇത് ഓക്കെ ആണല്ലോ. 1 mole ഗ്ലൂക്കോസിന് 6 mole ഓക്സിജൻ വേണം ഓക്സിഡൈസ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ 180 gram ഓഫ് ഗ്ലൂക്കോസിന് എത്ര ഗ്രാം ഓക്സിജൻ വേണം ഓക്സിഡൈസ് ചെയ്യാൻ? 6 × നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 32, ദാറ്റ് ഈസ് 192 gram ഓക്സിജൻ വേണം ഓക്സിഡൈസ് ചെയ്യാൻ. അപ്പൊ നമ്മളോട് ഇവിടെ എത്രയാണ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് തന്നേക്കുന്നത്? 500 gram ആണ് തന്നേക്കുന്നത്. സോ 500 gram ഓഫ് ഗ്ലൂക്കോസ് എത്ര വേണം? ദിസ് 192 ഡിവൈഡഡ് ബൈ 180 × 500. ഇത്രയും milligram per liter ഓഫ് ഓക്സിജൻ വേണം. ഇത്രയും milligram per liter ഓഫ് ഓക്സിജൻ വേണം. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 533.33 milligram per liter ഓഫ് ഓക്സിജൻ. ഇതാണ് വേണ്ടത് ആൻസർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 533.33, ഓപ്ഷൻ സി. ഇപ്പൊ നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു, ഈ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസും അതിൻ്റെ ഓക്സിഡേഷനും കെമിക്കൽ ഇക്വേഷൻ ഇതെല്ലാം കണ്ടുപിടിച്ചു. പക്ഷെ നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് ചിലപ്പോൾ ഇത്രയും സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഇത്ര മാത്രം പഠിച്ചു വെക്കും. എത്രയാ നോക്കൂ, x milligram per liter of glucose. ഇപ്പൊ നമുക്കിവിടെ 500 milligram per liter എന്ന് തന്നിട്ടുണ്ട്. x milligram per liter of glucose-ന് എത്ര milligram per liter of oxygen വേണം എന്ന് ചോദിച്ചാൽ 192 by 180 into x milligram per liter of oxygen. ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. 192 by 180 into ആ എക്സിന്റെ സ്ഥാനത്ത് 500 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ തിയററ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേസ്റ്റ് വാട്ടർ? കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേസ്റ്റ് വാട്ടർ: ഓർഡർ, കളർ, ടെമ്പറേച്ചർ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഈ പറയുന്ന ഓർഡറും കളറും ടെമ്പറേച്ചറും എല്ലാം ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേസ്റ്റ് വാട്ടറിൽ വരുന്നതാണ്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേസ്റ്റ് വാട്ടറിലാണ് വരുന്നത്. പക്ഷേ BOD എന്ന് പറഞ്ഞാൽ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേസ്റ്റ് വാട്ടർ ആണ്. ഓക്കെ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അതാണ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേസ്റ്റ് വാട്ടർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി കേട്ടോ. ആൻസർ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the following data pertains to a sewage sample at a point source. Initial dissolved oxygen തന്നിട്ടുണ്ട് 12 milligram per liter. Final dissolved oxygen തന്നിട്ടുണ്ട് 4 milligram per liter. Dilution of sewage was done at 2%. Biochemical oxygen demand of the given sample of the sewage ആണ് കണ്ടുപിടിക്കാനുള്ളത്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് അല്ലെങ്കിൽ BOD ഓഫ് ദ സീവേജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് തന്നേക്കുന്നത് ഇനിഷ്യൽ ഡിസോൾഡ് ഓക്സിജൻ ഉണ്ട്, ഫൈനൽ ഡിസോൾഡ് ഓക്സിജൻ ഉണ്ട്. നമുക്ക് BOD5 കണ്ടുപിടിക്കാൻ നോക്കാം. BOD5 എന്ന് വെച്ചാൽ നമുക്ക് ഇനിഷ്യൽ ഡിസോൾഡ് ഓക്സിജൻ I മൈനസ് ഫൈനൽ ഡിസോൾഡ് ഓക്സിജൻ ഇൻറ്റു ഡൈലൂഷൻ ഫാക്ടർ. ഇനിഷ്യൽ ഡിസോൾഡ് ഓക്സിജൻ എത്ര തന്നേക്കുന്നത്? 12. ഫൈനൽ തന്നേക്കുന്നത് 4 ഇൻറ്റു ഡൈലൂഷൻ ഫാക്ടർ. ഡൈലൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ എന്താ തന്നേക്കുന്നത്? ഡൈലൂഷൻ ഓഫ് ദ സീവേജ് 2% എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 100 by percentage ഡൈലൂഷൻ. 100 by ഇവിടെ പെർസെൻറ്റേജ് ഡൈലൂഷൻ എത്രയാണ്? 2. ദാറ്റ് ഈസ് നമുക്ക് 400 milligram per liter എന്ന് വരും. ഓപ്ഷൻ ഡി. ഇങ്ങനെയാണ് നമുക്ക് BOD കണ്ടുപിടിക്കുന്നത്. Provided we have got initial dissolved oxygen, final dissolved oxygen and dilution of the sewage was done at 2% എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സീവേജ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളൊരു ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. നെക്സ്റ്റ് പോർഷനായിട്ട് ബയോകെമിക്കൽ റിയാക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ, അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അണ്ടർ നാച്ചുറൽ കണ്ടീഷൻ ഓഫ് ഫ്ലോ ആൻഡ് അൺപൊല്യൂട്ടഡ് റിവർ വുഡ് കണ്ടെയ്ൻ. ഒരു നാച്ചുറൽ കണ്ടീഷൻ ഓഫ് ഫ്ലോയിൽ അൺപൊല്യൂട്ടഡ് റിവറിൽ മോർ ഡിസോൾഡ് ഓക്സിജൻ ഇൻ സമ്മർ ദാൻ ഇൻ വിന്റർ, ലെസ് ഡിസോൾഡ് ഓക്സിജൻ ഇൻ സമ്മർ ദാൻ ഇൻ വിന്റർ, മോർ ഓർ ലെസ് സെയിം എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ ഇൻ സമ്മർ ആൻഡ് ഇൻ വിന്റർ, ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ ഡ്യൂറിങ് ദ ഫ്ലഡ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നാച്ചുറൽ കണ്ടീഷൻ അൺപൊല്യൂട്ടഡ് റിവർ വുഡ് കണ്ടെയ്ൻ. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, പ്രഷർ, സലൈനിറ്റി, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ ഈ ഡിസോൾഡ് ഓക്സിജൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സോലിബിലിറ്റി ഓഫ് ഓക്സിജൻ കുറയും. ഓക്കെ, ഡിസോൾഡ് ഓക്സിജൻ കുറയും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡിസോൾഡ് ഓക്സിജൻ കുറഞ്ഞു. അതായത് ഇപ്പൊ സമ്മറിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. സമ്മറിൽ ആ ഒരു നിങ്ങളൊരു റിവർ തന്നെ എടുത്തു നോക്കൂ, അതിന്റെ സർഫസിലെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അല്ലെ? അതായത് വാം സർഫസ് വാട്ടർ ആയിരിക്കും. കാരണം എന്താണ്? സമ്മർ ക്ലൈമറ്റ് ആണ്. ആ ഒരു റിവറിന്റെ ഏറ്റവും പുറമേ കാണുന്ന ആ ഒരു വെള്ളം കുറച്ച് ചൂട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ലെസ് ഡിസോൾഡ് ഓക്സിജൻ ആയിരിക്കും.
പക്ഷെ റിവറിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴോ, നദിയുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കുറച്ചുകൂടെ തണുത്ത വെള്ളമാണ്, സർഫസിലാണ് ചൂടായിരുന്നത്, അതുകൊണ്ടാണ് അവിടെ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറവായിരുന്നത്. നദിയുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുതലായിരിക്കും, കാരണം കോൾഡ് ആണ്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്താണ്? ലെസ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ സമ്മർ ദാൻ ഇൻ വിന്റർ. എവിടെ? അൺപൊല്യൂട്ടഡ് റിവറിൽ നാച്ചുറൽ കണ്ടീഷൻ ഓഫ് ഫ്ലോയിൽ. നെക്സ്റ്റ്, the main gas liberated from an anaerobic sludge digester. Option is option D, that is methane. Methane ആണ് the main gas liberated. അപ്പോൾ എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 65% മീഥേൻ ഉണ്ട്. ഓക്കെ, 30% കാർബൺ ഡൈ ഓക്സൈഡും ബാക്കി റിമൈനിങ് ഗ്യാസസുമാണ് അവിടെ നിന്ന് എമിഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The following observations were made on same, നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. 2% dilution of waste waterൽ dissolved oxygen of aerated water used for dilution is 0 mg/L. Dissolved oxygen of diluted sample after 5 days is 0.6 mg/L. Dissolved oxygen of the original sample തന്നേക്കുന്നത് 2 mg/L. BOD 5 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്കിത് വ്യക്തമായിട്ട് അറിയുന്നതാണ്. BOD 5 എന്ന് പറഞ്ഞാൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇനിഷ്യൽ മൈനസ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫൈനൽ ഇൻറ്റു ഡൈലൂഷൻ ഫാക്ടർ. ഡിസോൾവ്ഡ് ഓക്സിജൻ ഇനിഷ്യൽ നമുക്ക് 2 ഉണ്ട്, ഡിസോൾവ്ഡ് ഓക്സിജൻ ഫൈനൽ നമുക്ക് എത്രയുണ്ട്? 0.6 ഉണ്ട്, ഇൻറ്റു ഡൈലൂഷൻ ഫാക്ടർ ഇസ് 100% ഡൈലൂഷൻ തന്നിട്ടുണ്ട്, 2 ആണെന്ന് തന്നിട്ടുണ്ട്. ദ ഓപ്ഷൻ ഈസ് 1.4 ഇൻറ്റു 50 വരും, ദാറ്റ് ഈസ് 70 mg/L വരും. ഓപ്ഷൻ ഡി. Next question is, the excretion of biochemical oxygen demand by microorganisms is called eutrophication nano, deoxygenation, reoxygenation, transpiration. Excretion of biochemical oxygen demand by microorganism is called deoxygenation. എന്താണ് ഈ deoxygenation? നമുക്ക് ഒരു പൊല്യൂട്ടഡ് സ്ട്രീം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് വിൽ ഗോ ഓൺ റെഡ്യൂസിങ്. എന്തുകൊണ്ട്? ഡീകമ്പോസിഷൻ ഓഫ് വോളട്ടൈൽ ഓർഗാനിക് മാറ്റർ അവിടെ സംഭവിക്കും. ഡീകമ്പോസിഷൻ ഓഫ് വോളട്ടൈൽ ഓർഗാനിക് മാറ്റർ സംഭവിച്ചുകൊണ്ടേയിരിക്കുവാണ്, അതുകൊണ്ട് അതിൻ്റെ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു പ്രോസസ്സാണ് ഡിയോക്സിജനേഷൻ. അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നിങ്ങൾ എന്താണ് റീഓക്സിജനേഷൻ? നമ്മുടെ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയുന്നത് ആ ആനുപാതികമായിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്നും ആ ഒരു ഓക്സിജൻ സപ്ലൈ കൊടുത്തോണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ഓക്സിജൻ തിരിച്ച് ഇൻ ഓർഡർ ടു കൗണ്ടർ ബാലൻസ് ഓഫ് ദ കൺസപ്ഷൻ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ അറ്റ്മോസ്ഫിയർ തിരിച്ച് സപ്ലൈ കൊടുത്തോണ്ടേയിരിക്കുന്നു. അങ്ങനെ റീഓക്സിജനേഷൻ നടക്കും. അപ്പോൾ എന്താണ് യൂട്രോഫിക്കേഷൻ? യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അതായത് ഈ റിവറിൽ ആൾഗെ അങ്ങനെയുള്ളൊരു അക്കുമുലേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്കവിടെ അതിൻ്റെ ഡെപ്ത് കുറയും. അതായത് നാച്ചുറൽ, ഇപ്പം ഞാനിവിടെ എഴുതുകയാണെങ്കിൽ നാച്ചുറൽ പ്രോസസ് അണ്ടർ വിച്ച് ലേക്ക് ഗെറ്റ് infested with algae and silt up gradually to become shallow. ആ ഒരു ഗ്രാജുവലി ആൾഗെ ഇങ്ങനെ അക്കുമുലേറ്റ് ചെയ്ത് സിൽറ്റപ്പ് ചെയ്ത് ആ ഒരു റിവർ ഷാളോ ആയിട്ട് മാറും. അതാണ് എന്ത്? യൂട്രോഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Anaerobic treatment is best suited for. ഓക്കെ, സ്ട്രോങ് ഓർഗാനിക് വേസ്റ്റിലാണ് അനേറോബിക് ട്രീറ്റ്മെൻറ്റ് ബെസ്റ്റായിട്ട് സ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. BOD ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ്. എപ്പോഴും അറിയുന്നതാണ് 20 ഡിഗ്രി സെൽഷ്യസിലാണ് BOD ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് BOD കണ്ടക്ട് ചെയ്യുന്നത് 20 ഡിഗ്രി സെൽഷ്യസിലാണ്. എന്താണ് ഈ BOD? മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ഓക്സിഡേഷൻ ഓഫ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ പ്രസന്റ് ചെയ്യുന്നത് അതിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം ഓക്സിജൻ റിക്വയർഡ് ആണ് എന്നുള്ളതാണ് BOD. ഓക്കെ, എന്ത് ഓക്സിഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ
അതിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം ഓക്സിജൻ വേണം എന്നതാണ് BOD കാണിക്കുന്നത്. എന്നാൽ COD എന്താണ് കാണിക്കുന്നത്? നമുക്ക് ബോത്ത് ബയോഡീഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ, രണ്ടും ബയോഡീഗ്രേഡബിളും നോൺ ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓക്സിഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം ഓക്സിജൻ വേണമെന്നുള്ളതാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കാണിക്കുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ഡിസൈൻ ഓഫ് സിവറേജ് സിസ്റ്റം ആൻഡ് സീവർ അപ്പർട്ടനൻസസ്. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ട്രാപ്സ് ആർ യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് ഡ്രെയിനേജ് സിസ്റ്റം ടു. എന്തിനാണ് ട്രാപ്സ് ഹൗസ് ഹോൾഡ് ഡ്രെയിനേജ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്? പ്രിവെന്റ് എൻട്രി ഓഫ് ഫോൾ ഗ്യാസസ് ഇൻ ദ ഹൗസ്, റെസ്ട്രിക്ട് ദ ഫ്ലോ ഓഫ് വാട്ടർ, പ്രൊവൈഡ് എ പാർഷ്യൽ വാക്വം, ട്രാപ്പ് ദ സോളിഡ് വേസ്റ്റ്. സോ നമുക്ക് ഒബ്വിയസ്ലി ഹൗസിലേക്ക് ഫോൾ ഗ്യാസസ് എൻ്റർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ട്രാപ്സ് കൊടുക്കുന്നത് അല്ലേ? സോ ഓപ്ഷൻ എ. ഈ ഒരു ട്രാപ്സ് എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്? കണ്ടോ, എൻഡ് ഓഫ് ദ പൈപ്പിൻ്റെ എൻഡിലാണ് ട്രാപ്സ് കൊടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം ട്രാപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഫോർ ദ ടൈം ബീയിങ് നിങ്ങൾ മനസ്സിലാക്കുക, PQS ട്രാപ്സ് ഉണ്ട്. ട്രാപ്പിന്റെ സീലുണ്ട്, വാട്ടർ സീല്. അത് 2.5 to 7.5 സെന്റിമീറ്റർ ഡീപ്പിലാണ്. കണ്ടോ, ഇങ്ങനെയാണ് PQ ആൻഡ് S ട്രാപ്പ് ഒരുമിച്ച് കാണിച്ചേക്കുന്ന ഫിഗർ നിങ്ങൾക്ക് കാണാം. അതിൽ കണ്ടോ P ട്രാപ്പ്, ഇതാ ഈ ഒരു ഇങ്ങനെയാണ് P ട്രാപ്പ് കാണുന്നത്. കണ്ടോ P ട്രാപ്പ്. Q ട്രാപ്പ് ആണെങ്കിലോ നമുക്ക് വരച്ചു നോക്കാം. ദേ ഇതാണ് Q ട്രാപ്പ്, ഇങ്ങനെ പോകും Q ട്രാപ്പ്. S ട്രാപ്പ് മറ്റത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടോ ഒരു വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വാട്ടർ സീൽ ഒക്കെ പ്രിവെന്റ് ചെയ്യും. എന്താണ്? ആ ഫോൾ ഗ്യാസസ് വീട്ടിനുള്ളിലേക്ക് തിരിച്ച് കയറാതിരിക്കാനാണ് ഈ വാട്ടർ സീലൊക്കെ കൊടുക്കുന്നത്. സോ കണ്ടോ Q ട്രാപ്പ് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, S ട്രാപ്പും കാണിച്ചിട്ടുണ്ട്, P. അപ്പൊ എല്ലാ ട്രാപ്സും എന്താണെന്ന് മനസ്സിലായി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മീൻസ് ഓഫ് ആക്സസ് ഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് ക്ലീനിങ് ഓഫ് സീവർ ലൈൻസ് എന്താണ്? ഇൻലെറ്റ് ആണോ, മാൻഹോൾ, ഡ്രോപ്പ് മാൻഹോൾ ആൻഡ് ക്യാച്ച് ബേസിൻ? അപ്പോൾ നമുക്ക് ഒരു അണ്ടർഗ്രൗണ്ടിലെ എന്ത് സംഭവത്തിനാണെങ്കിലും അണ്ടർഗ്രൗണ്ട് എസ്പെഷ്യലി സിവറേജ് സിസ്റ്റം അണ്ടർഗ്രൗണ്ട് ആകുമ്പോൾ നമുക്ക് ഇൻസ്പെക്ഷനും ക്ലീനിങ് പർപ്പസസിനും വേണ്ടി മാൻഹോൾസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഓപ്ഷൻ ബി മാൻഹോൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഈ മാൻഹോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നത്ര വീതിയിലായിരിക്കണം. അത് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ ഒരു വീതി അത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഈ മാൻഹോള് നമുക്കൊരു മനുഷ്യന് ഇറങ്ങി ചെന്ന് ക്ലീൻ ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലായിരിക്കണം അത് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഡ്രോപ്പ് ഹാൻഡ്-ഹോള്? നമുക്കിപ്പോൾ ഒരു ഹൈ ലെവൽ ബ്രാഞ്ച് സീവറിനെ ഒരു ലോ ലെവൽ മെയിൻ സീവറുമായിട്ട് കണക്ട് ചെയ്യണം. ഹൈ ലെവൽ ബ്രാഞ്ച് സീവർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, ലോ ലെവൽ മെയിൻ സീവറും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതിനെ കണക്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു വെർട്ടിക്കൽ ഡ്രോപ്പിംഗ് പൈപ്പ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡ്രോപ്പ് മാൻഹോൾ എന്ന് പറയുന്നത്. പിന്നെ അപ്പം എന്താണ് ഈ ഓപ്ഷനിൽ കിടക്കുന്ന ക്യാച്ച് ബേസിൻ? ക്യാച്ച് ബേസിൻ എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ചേംബർ ആണ്. ഓക്കെ, നമ്മുടെ ഈ സീവർ ലൈനിന് എലോങ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു റെക്ടാങ്കുലർ ചേംബർ. നമുക്ക് ഈ ഇപ്പം ഒരു സ്റ്റോം വാട്ടർ വന്നിട്ട് ഈ സീവറിലേക്ക് കയറുകയാണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരുപാട് സിൽറ്റ്, ഗ്രിറ്റ് ഒക്കെ ഉണ്ടാകും. ഇത് വന്നാൽ നമ്മുടെ ക്ലോഗ് ആകും. സീവർ ക്ലോഗ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രിറ്റിനെയും സിൽറ്റിനെയൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം ഈ സീവറിലേക്ക് പാസ് ചെയ്യാൻ. അതിനാണ് നമ്മൾ ഈ ക്യാച്ച് ബേസിൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം ഏകദേശം ടെക്നിക്കൽ ടേംസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A pipe which is installed in the house drainage to preserve the water seal of traps. Okay, vent pipe, anti-siphonage pipe, waste pipe and soil pipe. നമ്മുടെ ഉദ്ദേശം എന്താ? To preserve the water seal of trap, that is anti-siphonage pipe. കണ്ടോ, നമുക്ക് to seal the back flow of drainage, ഡ്രെയിനേജിന്റെ ബാക്ക് ഫ്ലോ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആന്റി സൈഫണേജ് പൈപ്പ് കൊടുക്കുന്നത്, നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വെൻ പൈപ്പ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വെന്റിലേഷൻ പർപ്പസസിനാണ് ഈ വെൻ പൈപ്പ് കൊടുക്കുന്നത്. ആ ഒരു ഫോൾ ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലേക്ക് പാസ് ചെയ്ത് പോകാനായിട്ട്. പിന്നെ ഉള്ള നമ്മുടെ വേസ്റ്റ് വാട്ടർ പൈപ്പാണ്.
കിച്ചണിൽ നിന്നും വാഷ് ബേസിൽ നിന്നും ഒക്കെ നമുക്ക് ഈ വേസ്റ്റ് വാട്ടർ കൊണ്ടുപോകാനാണ്. അതിൽ ഒരിക്കലും നമ്മുടെ ടോയ്ലറ്റ് വേസ്റ്റ് വരില്ല. സോയിൽ പൈപ്പിലാണ് ഹ്യൂമൻ എക്സ്ക്രീറ്റ് അല്ലെങ്കിൽ ടോയ്ലറ്റ് വേസ്റ്റ് ക്യാരി ചെയ്യുന്നത് വാട്ടർ ക്ലോസറ്റ് ടു സെപ്റ്റിക് ടാങ്കിലേക്ക്. ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ടു എനി അതർ പൈപ്പ്. വേറെ ഒരു പൈപ്പുമായിട്ടും ഈ ഒരു സോയിൽ പൈപ്പ് കണക്ട് ചെയ്തില്ല എക്സെപ്റ്റ് ഏതാണ് നമ്മുടെ വെന്റ് പൈപ്പ്. വെന്റ് പൈപ്പ് എന്തിനായിരുന്നു? ഫോൾ ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലേക്ക് ഇജക്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വെന്റ് പൈപ്പ് കൊടുത്തിരുന്നത്. നെക്സ്റ്റ്, for providing an Indian type water closet, RCC slabs in the toilet portion. നമ്മുടെ ഇപ്പോൾ ഒരു ക്ലോസറ്റിൽ നിങ്ങൾക്ക് ഇപ്പം കൺസ്ട്രക്ഷൻ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ടർ ക്ലോസറ്റ് നമ്മൾ എന്തോരം ആ ഒരു ടോയ്ലറ്റിൽ RCC സ്ലാബ് സങ്കൻ ചെയ്ത് കൊടുക്കും. അത് എത്രമാത്രം സങ്കൻ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി സങ്കൻ ബൈ 50 സെൻറ്റിമീറ്റർ. 50 സെൻറ്റിമീറ്റർ സങ്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. നെക്സ്റ്റ്, എ ട്രാപ്പ് വിച്ച് അഡ്മിറ്റ് വേസ്റ്റ് വാട്ടർ ഫ്രം flows of bath and kitchen. Intercepting trap, നഹാനി ട്രാപ്പ്, ഗള്ളി ട്രാപ്പ് ആൻഡ് എസ് ട്രാപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം നഹാനി ട്രാപ്പ് ആണ് ബാത്തിൽ നിന്നും കിച്ചണിൽ നിന്നും ഒക്കെ ഉള്ള വേസ്റ്റ് വാട്ടറിനെ കളക്ട് ചെയ്യുന്നത്, അഡ്മിറ്റ് ചെയ്യുന്നത്. നഹാനി ട്രാപ്പ് കണ്ടോ, സ്ലഡ്ജ് ഫ്രം ഫ്ലോസ് ഓഫ് റൂംസ് ആയിക്കോട്ടെ, ബാത്റൂം, കിച്ചൺ, ഇതെല്ലാം നമ്മുടെ നഹാനി ട്രാപ്പ് ആണ്. ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്, ഇത് മെയിൻലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഒരു ജംഗ്ഷൻ ഹൗസ് സീവറിൻ്റെയും മുനിസിപ്പൽ സീവറിൻ്റെയും ജംഗ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ട്രാപ്പാണ്? ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പാണ്. ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് ഫോൾ ഗ്യാസസ് ഓഫ് മുനിസിപ്പൽ സീവർ. മുനിസിപ്പൽ സീവറിൽ നിന്നുള്ള, അതായത് നമുക്കിപ്പം മുനിസിപ്പൽ സീവറിൻ്റെ ആ ഒരു എക്സിറ്റ് ഉണ്ട്, ഹൗസ് ഡ്രെയിനേജ് ഉണ്ട്. അപ്പൊ ഈ ഹൗസ് സീവറിനും മുനിസിപ്പൽ സീവറിനും ഇടയിലാണ് നമ്മൾ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് കൊടുക്കുന്നത്. എന്തിനാണ്? നമുക്ക് ആ ഒരു മുനിസിപ്പൽ സീവറിൽ നിന്നുള്ള ഫോൾ ഗ്യാസസ് ഈ ഹൗസ് സീവറിലേക്ക് അല്ലെങ്കിൽ ഹൗസിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് കൊടുക്കുന്നത്. ഇനിയുള്ളത് ഗള്ളി ട്രാപ്പ്. അറ്റ് ദ ജംഗ്ഷൻ ഓഫ് റൂഫ് ഡ്രെയിൻ ആൻഡ് അതർ ഡ്രെയിൻസ്, അവിടേക്കാണ് നമ്മൾ ഗള്ളി ട്രാപ്പ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം ഡയമീറ്റർ ഓഫ് ആൻ ഓപ്പണിംഗ് ഓഫ് എ മാൻഹോൾ. ഞാൻ പറഞ്ഞില്ലേ ഒരു മാൻഹോൾ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? ഇൻസ്പെക്ഷൻ, ക്ലീനിങ് പർപ്പസസിനൊക്കെയാണ് നമ്മൾ മാൻഹോൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു മനുഷ്യൻ ഇറങ്ങിച്ചല്ല, അപ്പോൾ ഒരു മനുഷ്യന് ആസ് എ ഹോൾ നമ്മളൊരു പ്രൊപ്പോർഷൻ നോക്കുമ്പോൾ ആളുടെ ഷോൾഡറിനായിരിക്കും എത്രമാത്രം വീതി. അപ്പം ഷോൾഡർ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് അവിടെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 50 ആയിരിക്കണം ഒരു മിനിമം നമുക്ക് ഒരു ഓപ്പണിംഗ് ഓഫ് ദ മാൻഹോൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആൻസർ, now the pipe which is used to carry discharge from sanitary fitting like bathroom, kitchen etc. ബാത്റൂമിനും കിച്ചണിനും എക്സെട്ര അവിടെ നിന്നൊക്കെ ഡിസ്ചാർജ് കൊണ്ടുവരുന്ന പൈപ്പിനെ വേസ്റ്റ് പൈപ്പ്, സോയിൽ പൈപ്പ്, വെന്റ് പൈപ്പ് ആൻഡ് നൺ. ദ ആൻസർ ഈസ് വേസ്റ്റ് പൈപ്പ്. ഈ വേസ്റ്റ് പൈപ്പിൽ കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലിക്വിഡ് വേസ്റ്റ് മാത്രമേ ക്യാരി ചെയ്യുള്ളൂ, അവിടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ് ഒന്നുമില്ല. ഹ്യൂമൻ എക്സ്ക്രീറ്റ് ക്യാരി ചെയ്യുന്ന ഏത് പൈപ്പാണ്? ഈ ഓപ്ഷനിൽ സോയിൽ പൈപ്പ്. ഈ സോയിൽ പൈപ്പ് ഏത് പൈപ്പ്? ഒരു പൈപ്പുമായിട്ട് കണക്ട് ചെയ്യില്ല എക്സെപ്റ്റ് വെൻ പൈപ്പ്. വെൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൾ ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലേക്ക് ഇജക്ട് ചെയ്യാൻ കൊടുക്കുന്ന പ്രൊവിഷനാണ് വെൻ പൈപ്പ്. ഓക്കെ, നെക്സ്റ്റ്, എ സീവർ വിച്ച് റിസീവ്സ് discharge of a number of house sewer is called. A sewer which receives the discharge of a number of house sewer. ഒരുപാട് ഹൗസ് സീവറുകളിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് കളക്ട് ചെയ്യുന്ന സീവർ ഏത്? ഹൗസ് സീവർ, ലാറ്ററൽ സീവർ, ഇന്റർസെപ്റ്റിംഗ് സീവർ ആൻഡ് സബ് മെയിൻ സീവർ. ഞാനൊന്ന് വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമുക്കിവിടെ ഒരു മെയിൻ സീവർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണേ. ഞാൻ ഈ വരയ്ക്കുന്ന എന്താണ്? ഒരു മെയിൻ സീവർ ആണ്. മെയിൻ ട്രങ്ക് സീവർ എന്ന് വിളിക്കും. അതിന് എന്താണ് വിളിക്കുന്നത്? മെയിൻ ട്രങ്ക് സീവർ എന്ന് വിളിക്കും. ഇതിൽ നിന്ന് ഞാൻ ബ്രാഞ്ച് കണക്ഷൻസ് കൊടുക്കുവാണേ. ഇങ്ങോട്ടൊരു ബ്രാഞ്ച് സീവർ പോയി, ഇങ്ങോട്ടൊരു ബ്രാഞ്ച് സീവർ പോയി. ഇനി ബ്രാഞ്ച് സീവറിൽ നിന്ന് എന്ത് സീവറാണ് പോകുന്നത്? ലാറ്ററൽ സീവേഴ്സ് ആണ് ബ്രാഞ്ച് സീവറിൽ നിന്ന് പോകുന്നത്. ലാറ്ററൽ സീവേഴ്സ് ബ്രാഞ്ച് സീവറിൽ നിന്നും പോയി. ഈ ലാറ്ററൽ സീവർ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഹൗസ് ഹോൾഡ് സിസ്റ്റങ്ങളിലാണ് ലാറ്ററൽസ് വന്ന് എൻ്റർ ചെയ്യുന്നത്. ദാ ഇങ്ങനെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, എ സീവർ വിച്ച് റിസീവ്സ് ഡിസ്ചാർജ് ഓഫ് ദ നമ്പർ ഓഫ് ഹൗസ് സീവർ. ആൻസർ എന്ത് വരും? ലാറ്ററൽ സീവർ. കണ്ടോ, ആൻസർ ബി, ലാറ്ററൽ സീവർ. ഓക്കെ, അപ്പോൾ ഈ സീവർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഡിസൈൻ ചെയ്യണം. നമ്മുടെ ഹൗസിൽ നിന്നും പോയിന്റ് ഓഫ് ഡിസ്പോസൽ, ഇപ്പൊ ഇവിടെ തന്നെ കണ്ടോ, ഈ മെയിൻ ട്രങ്ക് സീവറിൽ നിന്ന് ഞാൻ വരച്ചില്ലേ, അതിൽ നിന്നും ഒരു ഔട്ട്ഫോൾ സീവർ കാണും.
ആ ഔട്ട്ഫോൾ സീവറിൽ നിന്നാണ് നമുക്ക് എങ്ങോട്ട് പോകുന്നത്? ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് സീവേജ് പോകുന്നത്. ഇതാണ് എന്താണ്? ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഇതാണ് എന്ത്? ഔട്ട്ഫോൾ സീവർ. ഔട്ട്ഫോൾ സീവർ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഈ ഹൗസ് ഡ്രെയിനേജ്, ഹൗസ് പോയിന്റുകളിൽ നിന്നും ഈ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വളരെ വൃത്തിയായിട്ട് സീവേജ് കൊണ്ടെത്തിക്കുക. ഇതാണ് നമ്മുടെ സീവറിന്റെ മെയിൻ ഫങ്ഷൻ. അത് വൃത്തിയായിട്ട് ചെയ്യണം. അപ്പം 1-2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സീവേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിസൈൻ നോട്ട് ടു ഫ്ലോ ഫുൾ. കണ്ടോ, അത് മെയിൻലി മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ഡിസൈൻ നോട്ട് ടു ഫ്ലോ ഫുൾ അണ്ടർ ഗ്രാവിറ്റി. ഫുള്ളായിട്ട് ഗ്രാവിറ്റിയിൽ പോവുക എന്നുള്ളതല്ല അതിൻ്റെ ധർമ്മം. ഫുള്ളായിട്ട് അത് നിറഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു റിസർവ് സ്പേസ് എന്തിനാണ് നമ്മൾ ഈ സീവറിൽ കൊടുക്കുന്നത്? ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ സീവേജ് ഫ്ലോ. എന്തെങ്കിലും കാരണം കൊണ്ട് സീവേജ് ഫ്ലോയിൽ ഒരു ഫ്ലക്ച്വേഷൻസ് വന്നാൽ അവിടെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന നിലയിൽ നമ്മളൊരു റിസർവ് സ്പേസ് കൊടുക്കണം. എന്തെങ്കിലും നിറഞ്ഞു കവിഞ്ഞ് വന്നാൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അതിനാണ് നമ്മൾ ആ ഒരു ഇറ്റ് ഷുഡ് നോട്ട് ഫ്ലോ ഫുൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻഹോൾ ഈസ് ജനറലി പ്രൊവൈഡഡ് അറ്റ് ഈച്ച് ബെൻഡ്, ജംഗ്ഷൻ, ചേഞ്ച് ഓഫ് ഗ്രേഡിയന്റ്, ഓൾ ദ എബോ. ഒബ്വിയസ്ലി ഓൾ ദ എബോ അല്ലേ? ദാറ്റ് ഇസ് നമുക്ക് എന്താണ് ഈ മാൻഹോള്? നമുക്ക് ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ക്ലീനിങ് പർപ്പസസിന് ആ ഒരു സീവറിലേക്ക് കൊടുക്കുന്ന ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പറഞ്ഞു മിനിമം ഡയമീറ്റർ 50 സെന്റിമീറ്റർ, ഒരു മനുഷ്യന്റെ ഷോൾഡർ ഇറങ്ങുന്ന രീതിയിൽ വേണം മാൻഹോള് പ്രൊവൈഡ് ചെയ്യാൻ. അപ്പം എല്ലാ ബെൻഡിലും ജംഗ്ഷനിലും അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഡയമീറ്റർ വരുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഈ മാൻഹോള് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ്, ഞാൻ ഈ കൊടുത്തിട്ടുണ്ട് പൈപ്പിന്റെ ഡയമീറ്ററും കൊടുത്തിട്ടുണ്ട്, സ്പേസിംഗ് ഓഫ് മാൻഹോൾസും കൊടുത്തിട്ടുണ്ട്. 0.3 മീറ്റർ ഡയമീറ്റർ വരെ നമുക്ക് 45 മീറ്റർ സ്പേസിംഗിൽ വേണം മാൻഹോള് കൊടുക്കാൻ. 0.6 മീറ്റർ ഡയമീറ്റർ ഉള്ള പൈപ്പാണെങ്കിൽ 75 മീറ്റർ സ്പേസിംഗിൽ മാൻഹോൾ കൊടുക്കണം. അങ്ങനെ പോകണം. കണ്ടോ, ഡയമീറ്റർ ഗ്രേറ്റർ ദാൻ 1.5 മീറ്റർ ആണെങ്കിൽ 300 മീറ്റർ ഇടവിട്ട് വേണം മാൻഹോൾസ് കൊടുക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The height of the sink of wash basin above floor level is kept. ഒരു വാഷ് ബേസിന്റെ സിങ്ക് ഫ്ലോർ ലെവലിൽ നിന്നും എത്രമാത്രം ഉയർന്ന് സ്ഥിതി ചെയ്യണം? ദാറ്റ് ഇസ് 75 സെന്റിമീറ്റർ. ഇതൊരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ബുക്കുകളിൽ ഇടം പിടിക്കുന്നത് അല്ലേ? ഓക്കെ, 75 സെന്റിമീറ്റർ. നെക്സ്റ്റ്, ഇഫ് Q is the average sewage flow from a city of population P, മാക്സിമം സീവേജ് ഫ്ലോ എങ്ങനെയാണെന്നാണ്. അപ്പൊ ഈ മാക്സിമം സീവേജ് ഫ്ലോനെ നമ്മൾ പോപ്പുലേഷൻ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. മാക്സിമം സീവേജ് ഫ്ലോനെ പോപ്പുലേഷൻ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ മാക്സിമം സീവേജ് ഫ്ലോ ഇക്വേഷൻ എഴുതാം. Q is equal to 18 plus root P divided by 4 plus root P into ഞാനിവിടെ Qക്ക് വരെ Q ആവറേജ് എന്ന് ഇടുക. ഇതാണ് എന്താണ്? ആവറേജ് സീവേജ് ഫ്ലോ. ആവറേജ് സീവേജ് ഫ്ലോ. ഓക്കെ, Q max ഇതാണ് മാക്സിമം സീവേജ് ഫ്ലോ ഈസ് 18 plus root P divided by 4 plus root P. എന്താണ് ഈ P? P എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് ആണ് P. പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ്, ഇതാണ് P. ഓക്കെ, ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിഫോർ എൻട്രിങ് എ മാൻഹോൾ എ കാൻഡിൽ ഈസ് ലോവേർഡ് ഇൻ ടു ദ മാൻഹോൾ. നമ്മൾ പറഞ്ഞു ഇൻസ്പെക്ഷനും ക്ലീനിങ് പർപ്പസസിനും സീവേജിൽ മിനിമം ഡയമീറ്റർ 50 കൊടുത്തിട്ട് നമ്മൾ മാൻഹോൾ പ്രൊവൈഡ് ചെയ്യും. ആ ഒരു മാൻഹോളിൽ നമ്മളൊരു കാൻഡിൽ ലോവർ ചെയ്യുന്നത് നോക്കുന്നത് എന്തിനാണ്? ടു ഇലിമിനേറ്റ് ഇറ്റ്, ടു ഡിറ്റക്ട് ടോക്സിക് ഗ്യാസസ്, ടു ഗിവ് എ സിഗ്നൽ ടു ദ അഡ്ജസന്റ് മെഷീൻ, ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. കണ്ടോ, ഓക്സിജന്റെ പ്രസൻസ് കണ്ടുപിടിക്കാനാണ് ക്യാൻഡിൽ ഓവർ ചെയ്യുന്നത്. ഈ ക്യാൻഡിൽ 3 മിനിറ്റ് കഴിഞ്ഞ് വിഡ്രോ ചെയ്യുമ്പോൾ അത് അണഞ്ഞു പോയാൽ അവിടെ ഓക്സിജൻ ഇല്ല എന്നാണ് അർത്ഥം. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ഓഫ്. അത് കത്തി തന്നെ നിൽക്കുവാണെങ്കിൽ പ്രസൻസ് ഓഫ് ഓക്സിജൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു മനുഷ്യൻ ചെന്ന് അവിടെ ക്ലീൻ ചെയ്യുകയും ഇൻസ്പെക്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ ഓക്സിജൻ വേണം. ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാൻഹോളിലും ഈവൻ കിണറുകളിലും ഒക്കെ ഓക്സിജന്റെ സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മനുഷ്യന്മാർ മരിച്ചു പോകാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിജന്റെ പ്രസൻസ് അവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. ദ ട്രാപ്പ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു ഡിസ്കണക്ട് ദ ഹൗസ് ഡ്രെയിൻ ഫ്രം സ്ട്രീറ്റ് സീവർ. മാസ്റ്റർ ട്രാപ്പ്, ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്, ഇന്റർസെപ്ഷൻ മാൻഹോൾ, ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു
ഇത് സ്ട്രീറ്റ് സീവറിലേക്കുള്ള ഔട്ട്ലെറ്റ് ആണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇത് ഹൗസിൽ നിന്നുള്ള ഇൻലെറ്റ് ആണ് കാണുന്നത്. ഇതുണ്ട്, ഇവിടെ ഒരു വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ഒരു മുനിസിപ്പൽ സീവറിന്റെയും ഹൗസ് സീവറിന്റെയും ജംഗ്ഷനിലാണ് നമ്മൾ ഈ ഒരു ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഫോൾ ഗ്യാസസ് മുനിസിപ്പൽ സീവറിൽ നിന്നും ഹൗസ് സീവറിലേക്ക് ഫോൾ ഗ്യാസസ് എൻ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് കൊടുക്കുന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദ ഇൻസ്പെക്ഷൻ പിറ്റ് ഓർ ചേംബർ ഈസ് എ മാൻഹോൾ provided in a base drainage system at every change of gradient, at every change of direction, at every 30-meter interval. All options are correct. All options are correct. എല്ലാ ചേഞ്ച് ഇൻ ഗ്രേഡിയൻറ്റോ ഡയറക്ഷനോ ഡയമീറ്ററോ അല്ലെങ്കിൽ എവരി 30-meter ഇൻ്റർവെല്ലിൽ ഇൻസ്പെക്ഷൻ പിറ്റ് അല്ലെങ്കിൽ ചേംബർ അത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ്, ദ വാല്യൂ സി ഓഫ് ഇന്ത്യൻ ടൈപ്പ് വാട്ടർ ക്ലോസറ്റ് ഷോൺ ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ. ഇവിടെ ഒരു ഇന്ത്യൻ ടൈപ്പ് വാട്ടർ ക്ലോസറ്റ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വാല്യൂ സി എത്രയാണെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് 500 mm. കണ്ടോ? അതായത് ഇതിനകത്ത് ഈ ഒരു ഇന്ത്യൻ ടൈപ്പ് വാട്ടർ ക്ലോസറ്റിൽ ഒരു സ്ക്വാട്ടിംഗ് പാൻ ഉണ്ട്. കണ്ടോ? ഇതാണ് ആ സ്ക്വാട്ടിംഗ് പാൻ. ഈ ഒരു സ്ക്വാട്ടിംഗ് പാനിൽ എ ബി സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് എ, ദിസ് ഇസ് ബി, ദിസ് ഇസ് സി. ആ ഒരു വിഡ്ത്ത് എത്രയാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓവറോൾ ലെങ്ത് ഓഫ് ദിസ് വാട്ടർ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ 45 to 60 സെന്റിമീറ്റർ ലെങ്തും 45 to 50 സെന്റിമീറ്റർ ഹൈറ്റും ആണ് ഇതിനുള്ളത്. സ്ക്വാട്ടിംഗ് പാനിൽ എ എന്ന് പറഞ്ഞാൽ 300 mm, ബി 450 mm, സി ഈസ് 500 mm. ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ സ്ക്വാട്ടിംഗ് പാനിന്റെ ഓപ്ഷൻ സി എന്ന് പറയുന്ന ആ ഒരു വാല്യൂ എത്രയാണെന്നുള്ളത്. നെക്സ്റ്റ്, ഡയമീറ്റർ ഓഫ് ദ ഡൊമസ്റ്റിക് പൈപ്പ് laid at a gradient of 1 in 100 is recommended to be about 100 mm, 150 mm, 200 and 175. Obviously it is 150 mm അല്ലേ? നോക്കിയേ, നമുക്ക് നാഷണൽ ബിൽഡിംഗ് കോഡ് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഓരോ ഗ്രേഡിയന്റ് കണ്ടോ, ഞാനിവിടെ നമ്മുടെ നാഷണൽ ബിൽഡിംഗ് കോഡ് പറഞ്ഞിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് ദ സീവർ ഇത്ര കൊടുക്കണം. ഗ്രേഡിയന്റ് ടു ജനറേറ്റ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി. സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്തിനാണ്? നമുക്ക് ഒട്ടും ക്ലോഗ് ചെയ്യാതെ നന്നായിട്ട് പാസ് ചെയ്ത് പോകാൻ. ആ ഒരു ഗ്രേഡിയന്റ് 1 in 60 ആകുമ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ട സീവറിന്റെ ഡയമീറ്റർ 100 mm ആണ്. 1 in 100 ആകുമ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ട സീവറിന്റെ ഡയമീറ്റർ 150 mm ആണ്. ഗ്രേഡിയന്റ് 1 in 120 ആകുമ്പോൾ 225 mm സീവർ കൊടുക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു വെലോസിറ്റി ജനറേറ്റഡ് ഇൻ ദ സീവർ ഈസ് 0.58, 0.61, 0.79. ഇതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് ദിസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സെറ്റിലിംഗ് ടാങ്ക് ഓഫ് സർഫസ് ഓവർഫ്ലോ റേറ്റ് ഓഫ് 4.5 into 10⁻⁻⁴ meter cube per meter square per second is used for design discharge of 2 meter cube per second. What is the surface area of the settling tank? അപ്പോൾ സെറ്റിലിംഗ് ടാങ്ക് ഓഫ് സർഫസ് ഓവർഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട് 4.5 into 10⁻⁻⁴. ഡിസൈൻ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെഡിമെന്റേഷൻ ടാങ്ക് എന്തിനാണ്, അല്ലെങ്കിൽ സെറ്റിലിംഗ് ടാങ്ക് എന്തിനാണ് ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? അത് നമുക്കൊന്ന് നോക്കാം. സെറ്റിലിംഗ് ടാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സസ്പെൻഡഡ് സോളിഡ്സ് റിമൂവ് ചെയ്യാനാണ്. സസ്പെൻഡഡ് സോളിഡ്സ് റിമൂവ് ചെയ്യാനാണ് ഇത് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരു ടാങ്ക് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതിനകത്ത് ഞാൻ മാർക്ക് ചെയ്യാണ്. ഇതെൻ്റെ ബ്രെഡ്ത്ത്, ഇതാണ് എൻ്റെ സർഫസ് ഏരിയ ഓഫ് ദ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് സർഫസ് ഏരിയ ഓഫ് ടാങ്ക്. ഇതാണ്, ഈ ഡയറക്ഷനിലാണ് സീവേജ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇത് ലെങ്ത്. ഇനി ഒരു ഹൈറ്റും കൂടെ എനിക്കുണ്ട്, ഹൈറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ വെലോസിറ്റി ഓഫ് ഫ്ലോ എത്രയായിരിക്കും? വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ഈസ് ഈക്വൽ ടു Q/BH. കണ്ടോ, വെലോസിറ്റി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് സർഫസ് ഓവർഫ്ലോ റേറ്റും നോർമലി വെലോസിറ്റി ഓഫ് ഫ്ലോ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് Q/BH. കണ്ടോ, ബി ഇതാണ് ബ്രെഡ്ത്തും ഹൈറ്റും. ക്യൂവിനെ ബ്രെഡ്ത്തും ഹൈറ്റും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് ഫ്ലോ കിട്ടും. ബട്ട് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട്? ഓവർഫ്ലോ റേറ്റ്. സർഫസ് ഓവർഫ്ലോ റേറ്റ് VS ഡിഫറെൻ്റ് ആണ്. അതെന്താണ്? കണ്ടോ,
settling velocity of that particle which is introduced at the topmost point at inlet will reach the bottommost point at the outlet. ഈ സർഫസ് ഓവർഫ്ലോ റേറ്റിനെ ഞാൻ VS എന്ന് ഡിനോട്ട് ചെയ്താൽ, നമ്മളൊരു പാർട്ടിക്കിളിനെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയെന്ന് വിചാരിക്കാം. സർഫസ് ഓവർഫ്ലോ റേറ്റിൽ, ആ ഒരു സർഫസ് ഓവർഫ്ലോ റേറ്റിന്റെ വെലോസിറ്റിയിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതെങ്കിൽ ദാറ്റ് പാർട്ടിക്കിൾ വിൽ റീച്ച് അറ്റ് ദ ബോട്ടംമോസ്റ്റ് പോയിന്റ് ഓൺ ദ ഔട്ട്ലെറ്റ്. ഇതാണ് കോൺസെപ്റ്റ്. കണ്ടോ, വിച്ച് ഇഫ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് വിൽ റീച്ച് അറ്റ് ദ ബോട്ടംമോസ്റ്റ് പോയിന്റ് അറ്റ് ദ ഔട്ട്ലെറ്റ്. അതാണ് Q/BL. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് സെറ്റിലിംഗ് ടാങ്ക് ഓഫ് സർഫസ് ഓവർഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്, ഡിസൈൻ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, സർഫസ് ഏരിയ ഓഫ് ദ ടാങ്ക് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സർഫസ് ഏരിയ ഓഫ് ദ ടാങ്ക് നമുക്ക് കണ്ടുപിടിക്കാം. സർഫസ് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? സർഫസ് ഓവർഫ്ലോ റേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. 4.5 × 10⁻⁻⁴ m³/m²/s. ഡിസൈൻ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർഫസ് ഓവർഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഡിസ്ചാർജ് ബൈ സർഫസ് ഏരിയ ഓഫ് ദ ടാങ്ക്. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് സർഫസ് ഏരിയ ഓഫ് ടാങ്ക്, ദാറ്റ് ഈസ് ഡിസൈൻ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്മൾ എന്താണ്, സർഫസ് ഓവർഫ്ലോ റേറ്റ്. ഡിസൈൻ ഡിസ്ചാർജ് എന്താണ്, 2 m³/s. ഓവർഫ്ലോ റേറ്റ് എന്താണ്, 4.5 × 10⁻⁻⁴ m³/m²/s. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4444.4 m² എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് 4000 m² എന്ന് എടുത്തു. Hope is clear. Okay. Next question. Which of the following is responsible for the corrosion of concrete sewer? കോൺക്രീറ്റ് സീവറിന്റെ കൊറോഷന് റെസ്പോൺസിബിൾ ആയത് ക്ലോറിൻ ആണോ, ഓക്സിജൻ ആണോ, നൈട്രജൻ ആണോ, സെപ്റ്റിക് കണ്ടീഷൻ ആണോ? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് സെപ്റ്റിക് കണ്ടീഷൻസ് അല്ലേ, അത് കൊറോഡ് ചെയ്തു. അതായത് സെപ്റ്റിക് കണ്ടീഷനിൽ നമ്മുടെ H2S ഗ്യാസ് എമിറ്റ് ചെയ്യും. എന്തുകൊണ്ട്? സൾഫേറ്റ്സ് റെഡ്യൂസ് ചെയ്തിട്ട് H2S ഗ്യാസ് എമിറ്റ് ചെയ്യും. ഈ H2S ഗ്യാസ് H2SO4 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുകയും കൊറോഷൻ ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Street inlets for draining rainwater are located along the roadside on straight road at an interval of. Street inlets എത്ര ഇന്റർവെല്ലിലാണ് കൊടുക്കേണ്ടത്? That is 30 to 60 meter. ഓക്കെ, എന്തിനാണ്? വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകാൻ. What is the disadvantage of combined system of sewerage? Combined system of sewerage ന്റെ disadvantage. Less chance of choking of sewer. It requires only one set of sewer. Cost of construction is high. Lesser strength of sewage due to dilution. അപ്പോൾ ഈ കമ്പൈൻഡ് സിസ്റ്റം എന്തിനാണ്? നമ്മുടെ റെയിൻ വാട്ടറിനെയും റൺ ഓഫിനെയും ഡൊമസ്റ്റിക് സീവേജിനെയും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിനെയും ഒരേ പൈപ്പിനകത്ത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കമ്പൈൻഡ് സീവർ. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ അയാൾ കളക്ട് ചെയ്യണം? ഈവൻ റെയിൻ വാട്ടർ, ഹൗസ് ഡ്രെയിനേജ്, ഇൻഡസ്ട്രിയൽ സീവർ എല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു കമ്പൈൻഡ് സിവറേജ് നമ്മൾ ശരിക്കും ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ഓവർഫ്ലോ വന്നാൽ പോലും അവിടെ എക്സസ് വരുന്ന സാധനങ്ങളെ അടുത്തുള്ള ഒരു സ്ട്രീമിലേക്ക് ഒഴുക്കി വിടുന്ന രീതിയിൽ ആണ് അതിനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. എപ്പോഴും അല്ല, ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി. ഓക്കെ, പക്ഷേ ഈ ഒരു കമ്പൈൻഡ് സീവറേജിന്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നത് ആ ഒരു കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഹൈ ആണ്, ഓപ്പറേഷണൽ കോസ്റ്റും ഹൈ ആണ്, ഗ്രിറ്റ് റിമൂവൽ എപ്പോഴും വേണം, ബിക്കോസ് അതിനകത്ത് ഫ്ലഡും വരും അല്ലേ. ഇപ്പൊ നമ്മൾ നേരത്തെ ക്യാച്ച് ബേസിൻസ് ഒക്കെ കൊടുത്തിട്ടായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു കമ്പൈൻഡ് സിവറിൽ എപ്പോഴും ഗ്രിറ്റ് റിമൂവൽ നെസസറി ആയിട്ട് വരും. ഈ പറഞ്ഞ രീതിയിൽ ഡിസഡ്വാൻറ്റേജ് ഓഫ് കമ്പൈൻഡ് സിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഈസ് ഹൈ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടൗൺ ഹാസ് എ പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ ഓഫ് 80,000 സ്പ്രെഡ്. പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. ഓവർ ആൻ ഏരിയ ഓഫ് 0.6 km². ടൗൺ 0.6 km² ഒരു പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ പറഞ്ഞിട്ടുണ്ട് 80,000. ഫൈൻഡ് ദ ഡിസൈൻ ഡിസ്ചാർജ് ഫോർ ദ സെപ്പറേറ്റ് സിവർ ലൈൻ ബൈ അസ്യൂമിങ് റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ തന്നിട്ടുണ്ട് 200 liters per capita per day. ഓക്കെ, ഡിസൈൻ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. സെപ്പറേറ്റ് സിവർ ലൈൻ ആണ്. റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ തന്നിട്ടുണ്ട്.
And out of this total supply, only 75% reaches in sewer as wastewater. Assume peak factor 2. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, നമുക്ക് വാട്ടർ സപ്ലൈ ഡിസ്ചാർജ് എത്രയാ തന്നേക്കുന്നത്? വാട്ടർ സപ്ലൈ ഡിസ്ചാർജ് ഈസ് ഗിവൺ ആസ്, നോക്കട്ടെ, പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നേക്കുന്നത്? 70 ഇത് 200 ലിറ്റർ അല്ല, 20 ലിറ്റർ ആണ് കേട്ടോ. 20 ലിറ്റർ. ദാറ്റ് ഇസ് പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. റേറ്റ്, അസ്യൂമിങ് റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്ടർ സപ്ലൈ ഡിസ്ചാർജ് കണ്ടുപിടിക്കാമല്ലോ. 20 × 80,000 ലിറ്റേഴ്സ് പെർ ഡേ. ഇതിനെ ഞാൻ മീറ്റർ ക്യൂബ് പെർ ഡേ ആക്കാൻ പോവാണേ. 16 × 10⁻⁶. 1 2 3 4 5 200 തന്നെയാണ് കേട്ടോ. ഇത് 200 തന്നെയാണ്. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ ഇവിടെ എഴുതുവാണ് 200 × 80,000 അല്ലേ സ്പ്രെഡ് തന്നിരുന്നത്, ലിറ്റേഴ്സ് പെർ ഡേ. അപ്പം ഞാനിതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കുവാണ്. 16 × 10⁻⁶ × 10⁻³ മീറ്റർ ക്യൂബ് സെക്കൻഡ് ആക്കണമല്ലോ. 24 × 60 × 60. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 0.185 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടി. ഇനി എൻ്റെ സീവേജ് ഡിസ്ചാർജ് അവർ പറഞ്ഞിട്ടുണ്ട് 0.75 ആണ്. 0.75 × ഈ പറഞ്ഞ 0.185. 0.75 തന്നിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.1387 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടി. ഇനി ഡിസൈൻ സീവേജ് ഡിസ്ചാർജ് ആണല്ലോ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഇസ് പീക്ക് ഫാക്ടർ ഇൻറ്റു സീവേജ് ഡിസ്ചാർജ്. പീക്ക് ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ആണെന്ന് തന്നിട്ടുണ്ട്. സീവേജ് ഡിസ്ചാർജ് ഈസ് 0.1387. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.28 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, ആൻസർ ഈസ് 0.28 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 sewer pipeline A and B having same diameter and made of the same material are laid at a bed slope of 1 in 225 and 1 in 625 respectively. Determine the ratio of their carrying capacity ratio കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ 1-2 ഹിന്റ് ഉണ്ട്. 2 സീവർ പൈപ്പിനും സെയിം ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് മെയ്ഡ് ഓഫ് സെയിം മെറ്റീരിയൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സെയിം ഡയമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലായി? ഏരിയ സെയിം ആണ്. സോ സെയിം മെറ്റീരിയലുമാണ്, സെയിം ഡയമീറ്ററുമാണ്. അപ്പൊ ഒബ്വിയസ്ലി ഏരിയ സെയിം ആണ്. സോ നമുക്ക് മാനിങ്സ് എൻ സെയിം ആയിട്ട് എടുക്കാം. എന്താണ് മാനിങ്സ് എൻ നോക്കിയേ? വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 1/n r⁻²/3 s⁻². അപ്പൊ Q ആവുമ്പോൾ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി ഈ പറയുന്ന രീതിയിലുള്ള ആറും എന്നും എല്ലാം സിമിലർ ആയിട്ട് മാറുമ്പോൾ നമുക്ക് QA/QB രണ്ട് മെറ്റീരിയലിനും എ ഒക്കെ സെയിം ആണ്. ദാറ്റ് ഈസ് എസ് മാത്രമാണ് ഇവിടെ ഡിഫർ ചെയ്ത് കിടക്കുന്നത്. കണ്ടോ? സോറി, ക്വസ്റ്റ്യൻ മാറിപ്പോ അവിടെ എഴുതിയത് ഇങ്ങോട്ടായി പോയിട്ടോ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ എഴുതാം. അപ്പോൾ നമ്മുടെ Q ഈസ് ഈക്വൽ ടു A × 1/n r⁻²/3 s⁻². എ സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിക്കോസ് സെയിം ഡയമീറ്റർ. അപ്പം ബാക്കിയെല്ലാം സെയിം മെറ്റീരിയൽ ഒക്കെ ആയതുകൊണ്ട് n മാറും, എല്ലാം സിമിലർ ആയി. ദാറ്റ് ഈസ് QA/QB ഈസ് ഈക്വൽ ടു SA⁻²1/2/SB⁻². സോ SA എന്ന് വെച്ചാൽ 1/225⁻² ഡിവൈഡഡ് ബൈ 1/625⁻². ദാറ്റ് ഈസ് എനിക്ക് 625/225⁻² എന്ന് ഇടാമല്ലോ. ദാറ്റ് ഈസ് 75/15 എന്ന് ഇടാമല്ലോ. ദാറ്റ് ഈസ് 5/3. ഓപ്ഷൻ ഈസ് 5/3. റേഷ്യോ ഓഫ് ക്യാരിയിങ് കപ്പാസിറ്റി. നെക്സ്റ്റ്, as per IS 1742/1953, normally a sewer shall be designed for discharging dash times the dry weather flow, flowing half full with a minimum self-cleansing velocity. അപ്പോൾ നമ്മുടെ as per IS 1742/1953 പ്രകാരം
ഒരു സീവർ ഡിസൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ക്യൂ ഡിസൈൻ എന്ന് പറഞ്ഞാൽ 3 times ഡ്രൈ വെതർ ഫ്ലോ. പിന്നെന്താണ്? ഫ്ലോയിങ് ഹാഫ് ഫുള്ളായിരിക്കണം. പിന്നെന്താണ്? മിനിമം സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ഓഫ് 0.75 m/s. ഇതാണ് ഇതിൻ്റെ പ്രോട്ടോകോൾ. സോ ആൻസർ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ബി, 3 times ഡ്രൈ വെതർ ഫ്ലോ ആൻഡ് മിനിമം സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി 0.75 m/s. Okay. Next question. Sewers must be checked for minimum velocity at their minimum hourly flow which is equal to. Minimum velocity at their minimum hourly flow which is equal to. Okay. Sewers must be checked for minimum velocity at their minimum hourly flow. ഇവിടെ മിനിമം ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ 1/3 into ആവറേജ് ഡെയിലി ഡിസ്ചാർജ് ആണ് സീവറിനെ സംബന്ധിച്ചിടത്തോളം. മറന്നു പോകരുത്. വാട്ടർ സപ്ലൈക്ക് വേറെ പഠിച്ചു വെക്കുക, സീവറിന് വേറെ പഠിച്ചു വെക്കുക. സെപ്പറേറ്റ് പേപ്പറിൽ എഴുതി പഠിച്ചാലേ നിങ്ങൾ ഓർത്തിരിക്കൂ. മിനിമം ഡിസ്ചാർജ് ഈസ് 1/3 into ആവറേജ് ഡെയിലി ഡിസ്ചാർജ്. ഓപ്ഷൻ എ. ഓക്കെ. സോ നമ്മൾ 3 ചാപ്റ്ററോളം ഡിസ്കസ് ചെയ്തു വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിൽ നിന്ന്. ബാക്കി കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.